നമസ്കാരം. രാഷ്ട്രീയ കക്ഷികൾക്ക് സംഭാവന സ്വീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന തിരഞ്ഞെടുപ്പ് ബോണ്ട് സമ്പ്രദായം റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധി. പൗരന്റെ അറിയാനുള്ള അവകാശം കവർന്നെടുക്കുകയാണ്, ജനാധിപത്യത്തിൽ അനുവദിക്കാനാകില്ല. 2017 ബജറ്റ് പ്രസംഗത്തിൽ അന്നത്തെ ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലിയാണ് തിരഞ്ഞെടുപ്പ് ബോണ്ട് സമ്പ്രദായം കൊണ്ടുവന്നത്. 2018 ജനുവരി 2 വിജ്ഞാപനത്തിലൂടെ നടപ്പാക്കി. അതിനു മുമ്പ് ഈ പദ്ധതി നടപ്പാക്കുന്നതിനായി 4 നിയമങ്ങളിൽ ഭേദഗതി കൊണ്ടുവന്ന് 1951 ജനപ്രാതിനിധി നിയമം, 2013 കമ്പനി നിയമം, 1961 ആദായ നികുതി നിയമം, 2010 വിദേശ സംഭാവന നിയന്ത്രണ നിയമം എന്നിവയിലാണ് മാറ്റം കൊണ്ടുവന്നത്. ബോണ്ടുകൾ വഴി ലഭിക്കുന്ന സംഭാവനയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് രാഷ്ട്രീയ കക്ഷികളെ ഒഴിവാക്കുന്നതിനാണ് ജനപ്രാതിനിധി നിയമം ഭേദഗതി ചെയ്തത്. ഇങ്ങനെ കിട്ടുന്ന സംഭാവനകളുടെ വിശുദ്ധമായ രേഖകൾ സൂക്ഷിക്കുന്നതിൽ നിന്ന് രാഷ്ട്രീയ കക്ഷികളെ ഒഴിവാക്കുന്നതിനും ആദായ നികുതി നിയമത്തിലെ ഭേദഗതി. രാഷ്ട്രീയ സംഭാവനകൾ നൽകുന്നതിന് കമ്പനി നിശ്ചയിച്ചിട്ടുള്ള ഉയർന്ന പരിധി നീക്കുന്നതിനാണ് കമ്പനി നിയമത്തിൽ മാറ്റം വരുത്തിയത്. വിദേശ സംഭാവനകളുടെ വിലക്കുകൾ നീക്കാൻ വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൽ ഭേദഗതി ചെയ്തു. ഇത്രയും ചെയ്തിട്ടാണ് രാഷ്ട്രീയ സംഭാവന സമ്പ്രദായം സുതാര്യവും ശുദ്ധവുമാക്കുന്നതിനുള്ള പ്രഖ്യാപനത്തോടെയാണ് കേന്ദ്ര സർക്കാർ ബോണ്ട് രീതി കൊണ്ടുവന്നത്. ബോണ്ട് രീതി ഭരണഘടനയുടെ 19(1)(a) വകുപ്പ് പ്രകാരം പൗരന് അറിയാനുള്ള അവകാശത്തിന് ലംഘനമാണെന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭരണഘടനാ വിരുദ്ധമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. വോട്ട് ചെയ്യാനുള്ള അവകാശം വിനിയോഗിക്കുന്നതിന് വിവരലഭ്യത അത്യാവശ്യമാണെന്ന് നിരീക്ഷിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ കക്ഷികൾക്ക് പരിധിയില്ലാതെ പണം ലഭിക്കുന്നതിന് നിയമത്തിൽ മാറ്റം കൊണ്ടുവരാൻ സ്വച്ഛാധിപത്യമാണെന്നും വിധിച്ചു. 20,000 രൂപയിലധികമുള്ള സംഭാവനകൾ രാഷ്ട്രീയ കക്ഷികൾ വെളിപ്പെടുത്തണമെന്നായിരുന്നു മുമ്പുണ്ടായിരുന്ന ചട്ടം. കമ്പനി മൊത്തം വരുമാനത്തിന്റെ 10% രാഷ്ട്രീയ സംഭാവനയായി നീക്കിവെക്കുന്നതും വിലക്കുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ബോണ്ട് സമ്പ്രദായത്തിലൂടെ കീഴ്മേൽ മറിഞ്ഞത്. അതുപ്രകാരം വ്യക്തികൾക്കോ കമ്പനികൾക്കോ എത്ര ബോണ്ട് വേണമെങ്കിലും വാങ്ങി ബാങ്കിൽ നിന്ന് രാഷ്ട്രീയ കക്ഷികൾക്ക് നൽകാം. ഒരു പരിധിയുമില്ല. ഈ തുക നികുതി വിധേയമായിരിക്കില്ല. ആരാണ് സംഭാവന ബോണ്ട് നൽകിയെന്ന് രാഷ്ട്രീയ കക്ഷികൾ വെളിപ്പെടുത്തുമില്ല. ഇങ്ങനെയൊരു ഏർപ്പാടിനെ സുതാര്യമെന്ന് കേന്ദ്ര സർക്കാർ ഘോഷിക്കുന്നത്. ബാങ്കിൻ ശൃംഖല വഴിയായതാൽ കള്ളപ്പണം വരില്ല എന്ന കേന്ദ്ര സർക്കാർ വാദത്തിൽ സുപ്രീം കോടതി ന്യായമോ യുക്തിയോ കണ്ടില്ല. റിസർവ് ബാങ്ക് നിയമം ഭേദഗതി ചെയ്തു 31(3) വകുപ്പ് ഉൾപ്പെടുത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് ബോണ്ടുകൾ ഇറക്കാൻ അനുമതി നൽകിയത്. അംഗീകൃത ബാങ്കിൽ നിന്ന് ബോണ്ടുകൾ വാങ്ങി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാം. പാർട്ടികൾ ഇത് 15 ദിവസത്തിനായി പണമായി മാറ്റാം. ബോണ്ട് വാങ്ങിയ കൊടുത്തത് ആരെന്ന് പരസ്യമാക്കാനാകില്ല. എന്നാൽ പാർട്ടിയുടെ സത്യവാങ്മൂലത്തിൽ അവർക്ക് ലഭിക്കുന്ന സംഭാവനയുടെ കൂട്ടത്തിൽ തിരഞ്ഞെടുപ്പ് ബോണ്ടിന് എത്ര കിട്ടി എന്ന് പറയും. ആരാണെന്ന് പറയാൻ പാർട്ടികൾക്കോ കൊടുത്ത ആൾക്കോ ബാധ്യതയില്ല.